വിജയ് നേരെ അവിടെ ഫൈറ്റ് ചെയ്യാനുണ്ടല്ലോ. ചിലപ്പോൾ വീണ്ടും സ്റ്റാലിൻ തോറ്റു പോകും. ഇനി സ്റ്റാലിൻ തോറ്റാൽ സ്റ്റാലിൻ്റെ രാഷ്ട്രീയം, സ്റ്റാലിൻ്റെ മക്കളുടെ രാഷ്ട്രീയം എല്ലാം തീരുകയാണ്. ഇത്രയും പിടിച്ചടക്കാൻ ഇന്ന് ശക്തിയുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല. ഇത്രയും സംസ്ഥാനങ്ങളിലേക്കും ഇത്രയും സീറ്റുകളിലേക്ക് ഇലക്ഷൻ വന്നാൽ പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ കഴിയില്ല. 360 അടുക്കാൻ അല്ലെങ്കിൽ 169 എന്നുള്ള രാജ്യസഭയിലെ 2/3 എത്താൻ ഈ 8 പേരും 22 പേരും വളരെ നിർണായകമാണ്. സ്റ്റാലിൻ വിചാരിച്ചെന്തറിയാമോ, MGR യുഗം കഴിഞ്ഞു, ജയലളിത യുഗം കഴിഞ്ഞു, പിന്നെ 2-3 സിനിമാ താരങ്ങൾ വന്നവരെല്ലാം വഴി വെച്ച് തോറ്റുപോയി. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് വിജയ്ക്കാണ്. എല്ലായിടത്തും കോൺഗ്രസ് 2, 3, 6 സീറ്റുകളിലായിട്ട് നിൽക്കുന്നു. അത്രയും പോലും ഇല്ലാത്തവരായിട്ട് AIPയും TMCയും SP എല്ലാം മാറുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി വലിയ തന്ത്രങ്ങൾ മെനയുകയാണ് BJP എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രാദേശിക പാർട്ടികൾ BJP സഖ്യത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നും ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണോ? വീണ്ടും കരുത്താർജിച്ച് വൻകുതിപ്പിന് BJP ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ? ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്തായിരിക്കും? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വലിയ രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം കണ്ടത്. BJP കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷ എല്ലാം നിറവേറ്റപ്പെട്ടില്ല. പക്ഷേ 2029 ആകുമ്പോഴേക്കും അതിനപ്പുറത്തേക്കുള്ള വളർച്ച അവർ സ്വപ്നം കാണുന്നു, അത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളാണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് 2029 അല്ല, 2047. ഓക്കെ, 2047 വികസിത ഇന്ത്യ എന്നുള്ള ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അടിത്തറ 2029 ഇട്ടിരിക്കണം. 2029 ഒരു നിറഞ്ഞ പാർലമെൻറ്റ്, അതായത് 850ഓളം സീറ്റുകളുള്ള ഒരു പാർലമെൻറ്റ്. ആ ഡീലിമിറ്റേഷൻ അത് 2029 ശേഷമായിരിക്കും, മുമ്പായിരിക്കും എന്നാണോ? എങ്ങനെ വന്നാലും അത് BJP ഗുണമാണ്. ഓക്കെ, നേരത്തെ നടത്തിയാൽ അത്രയും നല്ലത്, അല്പം വൈകിയാലും കുഴപ്പമില്ല. കാരണം ഇത്രയും പിടിച്ചടക്കാൻ ഇന്ന് ശക്തിയുള്ള ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല. ഇത്രയും സംസ്ഥാനങ്ങളിലേക്കും ഇത്രയും സീറ്റുകളിലേക്ക് ഇലക്ഷൻ വന്നാൽ പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ കഴിയില്ല. ഓക്കെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 80 സീറ്റ് ഉള്ളതാണ് ഇന്നത്തെ UP. ഓക്കെ, അവിടുത്തെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം നോക്കാം, 403 ആണ്. അതെ, അതിൽ 2 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. സ്വതന്ത്രം പോലും അതിനൊക്കെ കൂടുതലുണ്ട്. 403-ൽ 2 സീറ്റ്. ഇനി അടുത്തത് 48 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വെറും 16ആണ്. ആ 16ഉം അവർ പിടിച്ചതല്ല, പവാറിൻ്റെ NCPയുടെ കൂടെ നിന്നിട്ട് പിടിച്ചതാണ്. അതെ, അതിലും അവർക്ക് അല്ലെങ്കിൽ 2 പോലും കിട്ടില്ല. 26-ലെ പ്രസൻറ്റ് റിസൾട്ട് വെച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? 25-ലെ ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കണം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ 243 സീറ്റിൽ അവർക്ക് 6 സീറ്റാണ് കിട്ടിയത്. നിയമസഭയിൽ 6 പേര് മാത്രമാണ്. 6 പേര് മാത്രമാണുള്ളൂ. ആ 6 പേര് തന്നെ എന്തുകൊണ്ടാണ്? RJD ഉള്ളതുകൊണ്ടാണ്. അതെ, ഈ യാദവ്മാരില്ലെങ്കിൽ അതുപോലും കിട്ടിയില്ലായിരുന്നു. ലാലു പ്രസാദ് യാദവും മോനും കൂടെ നിന്നാണ് ഈ പിടിച്ചു കൊടുത്തത്, അല്ലേ? അതെ. അടുത്തത് ഇനി വരുന്നതാണ് നമ്മൾ പറയാൻ പോണ രാഷ്ട്രീയം, തമിഴ് രാഷ്ട്രീയം. 39 സീറ്റാണ് അവിടെ ഉള്ളത്. അതിന് ചിലപ്പോൾ 60 അടുപ്പിച്ചായേക്കും. അവിടുത്തെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 243 സീറ്റിൽ മത്സരിച്ചപ്പോൾ വെറും 5 സീറ്റാണ് കിട്ടിയത്. ഈ 5 സീറ്റ് ആര് കൊടുത്തതാണ്? DMK കൊടുത്തതാണ്. ഒറ്റയ്ക്ക് അവിടെ നിന്നാൽ ചിലപ്പോൾ 1 സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളത്. വരുന്ന 2029 ലക്ഷ്യമാക്കി നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രാദേശിക പാർട്ടികൾ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ പ്രാദേശിക സഖ്യങ്ങളുടെ ഒക്കെ തന്നെ കാര്യമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അവരുടെ പിടിപ്പുകേട് കൊണ്ട് പല സ്ഥലത്തും അവിടെ ഉള്ള പ്രാദേശിക കക്ഷികളുമായി അകന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അവർക്ക് കരുത്തായി നിന്നവർ ഇന്ന് അവരുടെ എതിർചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തീർച്ചയായും BJPയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP കോൺഗ്രസിൻ്റെ ആ പിഴവെല്ലാം മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രാദേശിക കക്ഷികളെല്ലാം തന്നെ സ്വന്തം കൂടാരത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. DMK വീണ്ടും BJP സഖ്യത്തിലേക്ക് വരുന്ന ലക്ഷണമാണോ നമ്മൾ കാണുന്നത്? BJPക്ക് ഒരു വലിയ അനുകൂല ഘടകം
DMK വഴി വന്നിരിക്കുന്നു. അപ്പോൾ DMKയെ സംബന്ധിച്ചിടത്തോളം 22 പേര് ലോക്സഭയിൽ കൈവക്കാനുണ്ട്, രാജ്യസഭയിൽ 8 പേരുമുണ്ട്. ഓക്കെ. അപ്പോൾ 360 അടുക്കാൻ അല്ലെങ്കിൽ 169 എന്നുള്ള രാജ്യസഭയിലെ 2/3 എത്താൻ ഈ 8 പേരും 22 പേരും വളരെ നിർണായകമാണ്. ഓക്കെ. പിന്നെ ചെറിയ സ്വതന്ത്രന്മാരെ കൂടെ പിടിച്ചാൽ മറ്റ് സ്പ്ലിറ്റ് ചെയ്ത എല്ലാവരെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 360 169 എത്താം. ഓക്കെ. നിലവിലുള്ള പാർലമെന്റ് അംഗങ്ങൾ അതാണ് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. കൺസിഡർ ചെയ്യുന്നത്. അതിൽ BJPക്ക് DMK കിട്ടിയാൽ ഒരു വലിയ നേട്ടമാണ്. ഈ മുന്നണി വഴി DMKയും നേട്ടം വയ്ക്കുന്നതെന്ന് വെച്ചാൽ, പഴയ ചരിത്രം തോൽവിക്ക് ശേഷം സ്റ്റാലിൻ പഠിച്ചു. സ്റ്റാലിൻ വിചാരിച്ചെന്തറിയാമോ, MGR യുഗം കഴിഞ്ഞു, ജയലളിത യുഗം കഴിഞ്ഞു, പിന്നെ 2-3 സിനിമാ താരങ്ങൾ വന്നവരെല്ലാം വഴി വെച്ച് തോറ്റുപോയി. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് വിജയ്ക്കാണ്. വിജയ്ക്ക് പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അവർ കരുതിയില്ല. കുറച്ച് കണ്ടു ആദ്യം. വിജയെ അദ്ദേഹം വിചാരിച്ചത് മറ്റൊരു കമലഹാസനായിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് ഇത് തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തീർന്നില്ല എന്ന് മാത്രമല്ല, വിജയ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരാൻ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചു. അതിനുവേണ്ടി ഉഴുതുമറിച്ച് മണ്ണിട്ടത് അണ്ണാമലയാണ്. അണ്ണാമലൈ അഴിമതി എന്നുള്ള പ്രശ്നം വളരെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് സ്റ്റാലിൻ സർക്കാർ അഴിമതിയിൽ കുളിച്ച ഒരു സർക്കാരായിരുന്നു. അത് പൂർണ്ണമായിട്ടും കൊണ്ടുവരാനും, സ്ത്രീകളോട് ഇത്രയും വിരുദ്ധത കാണിച്ച ഒരു സർക്കാർ വേറെയില്ല. പോലീസ് സ്റ്റേഷനിൽ പോലും സ്ത്രീക്ക് ഒരു മാന്യമായ സ്ഥാനം കിട്ടിയിട്ടില്ല. ഒരു പ്രശ്നവുമായി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല സമീപനം ഉണ്ടായിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വന്നതും വിജയ്ക്ക് ഗുണമായ, വിജയുടെ ആ ഗുണം ഹൈലൈറ്റ് ചെയ്താരാണ്? അണ്ണാമലയാണ്. ഇതെല്ലാം കൂടെ എടുത്ത് വിജയ് പയറ്റി, വിജയ് കഷ്ടിച്ച് മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ മെജോറിറ്റിക്ക് അടുത്ത് എത്തുന്ന ഒരു നീക്കം വന്നു. ആ നീക്കത്തിൽ വിജയ്ക്ക് കോൺഗ്രസിൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടിയപ്പം പിന്നെ CPM എല്ലാം കൂടെ കിട്ടി അവിടെ മുന്നോട്ട് വന്ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് ഒരിക്കലും സ്റ്റാലിൻ പ്രതീക്ഷിച്ചില്ല. സ്റ്റാലിൻ പ്രതീക്ഷിച്ചത് മറ്റൊരു ക്യാപ്റ്റനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിജയകാന്തോ കമലഹാസനുമായിട്ട് അവിടെ നിന്നോളും എന്നുള്ളതാണ്. അത് പൊളിഞ്ഞുപോയി. പൊളിഞ്ഞതും സ്വപ്നം എല്ലാം തീർന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, എടാ ഇനി തെറ്റിപ്പോകുമല്ലോ. കാരണം നന്നായിട്ടാണ് പോകുന്നത് വിജയ്. അതെ, ശക്തനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1967 അണ്ണാമലൈ പാർട്ടി ഉണ്ടാക്കിയത്. ആ 49 പാർട്ടി ഉണ്ടാക്കിയിട്ട് 69 അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞു. 2 വർഷമേ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് കരുണാനിധിയായിരുന്നു പിന്നെ അവിടുത്തെ DMKയുടെ നേതാവ്. ആ കരുണാനിധി 2018 വരെ ഉള്ള 50 വർഷക്കാലം, 69 മുതൽ 2018 വരെയുള്ള 50 വർഷക്കാലം പാർട്ടി പ്രസിഡൻ്റായിരുന്നു. ആ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിന് 5 പ്രാവശ്യമേ മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതും അദ്ദേഹത്തിന് 25 വർഷം തയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 18 വർഷം ചില്ലറ മാസങ്ങൾ, 4 മാസം കണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പേ ഒന്നുകിൽ തള്ളിയിടും അല്ലെങ്കിൽ എന്തെങ്കിലും. ഈ തമിഴ്നാട്ടിലെ പ്രശ്നം ഇത്തരത്തിൽ MGRനെ പോലെ ജയലളിതയെ പോലൊരു ഹീറോ വന്നു കഴിഞ്ഞാൽ ആ ഹീറോയെ പിന്നെ തോൽപ്പിക്കാൻ പാടാണ്. ആ ഹീറോയ്ക്ക് മുമ്പിൽ ബാക്കി എല്ലാവരും സീറോ ആയി പോകും. അവിടെയാണ് ഇതേ പൊസിഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള ദുഃഖമാണ് DMK കൊണ്ട് അപ്പോൾ ഈ ഒരു സഖ്യത്തിലേക്ക് അവർ പോകുമെന്ന് തന്നെയാണ് അങ്ങ് വിശ്വസിക്കുന്നത് അല്ലേ? പോയേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ നിൽക്കുന്ന തറ ഒട്ടും സുരക്ഷിതമല്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, അവർക്ക് ഇപ്പോൾ സ്റ്റാലിൻ ചിലപ്പോൾ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ ഇലക്ഷൻ നിൽക്കും. ഇലക്ഷൻ നിന്നാൽ അവിടെ നിയമസഭയിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും ഒരു അടിയാവും. കാരണം വിജയ് നേരെ അവിടെ ഫൈറ്റ് ചെയ്യാനുണ്ടല്ലോ. ചിലപ്പോൾ വീണ്ടും സ്റ്റാലിൻ തോറ്റു. ഇനി സ്റ്റാലിൻ തോറ്റാൽ സ്റ്റാലിൻ്റെ രാഷ്ട്രീയം, സ്റ്റാലിൻ്റെ മക്കളുടെ രാഷ്ട്രീയം എല്ലാം തീരുകയാണ്. DMKയുടെ രാഷ്ട്രീയവും അവിടെ ചിലപ്പോൾ DMK തന്നെ പലതായി പിളർന്ന് മറ്റു പല പാർട്ടികളിലേക്കും പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത ഈ തൽക്കാലം എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം BJPക്ക് അവിടെ ശക്തമായി കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. അണ്ണാമലൈ ഒപ്പമുണ്ടായിരുന്നു. ഉഴുതുമറിച്ച അണ്ണാമലൈ മറ്റൊരു സംഘടനയുമായി, വി ദ ലീഡേഴ്സ് എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുമായി മാറി നിൽക്കുകയാണ്. ഓക്കെ, അദ്ദേഹം പിന്നീട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബട്ട് വിജയ് ശക്തനായിക്കൊണ്ടിരിക്കുന്നു. BJPക്ക് കടന്നു കയറാൻ ഇനിയിപ്പോൾ ചെറിയ രീതിയിലെങ്കിലും സാധിക്കുക DMKയുടെ കൂട്ടിലൂടെ ആയിരിക്കും. അല്ല, ഇപ്പോൾ DMKയുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, DMK ഉദ്ദേശിക്കുന്നത് BJPയെ കിട്ടിയാൽ വേറൊരു ഗുണം, കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. 1-2 മന്ത്രിമാരെ കിട്ടും. ഇപ്പോൾ പുനഃസംഘടനയിൽ കിട്ടും. കിട്ടിയില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്തറിയാമോ? വിജയ് എടുത്തിട്ട് ഇനി കൊട്ടാൻ പോവുകയാണ്. വിജയ് പഴയ അഴിമതി കേസുകളെല്ലാം സ്റ്റാലിൻ്റെ പൊക്കിക്കൊണ്ടുവരും. സ്റ്റാലിനെ പണ്ട് കരുണാനിധിയെ ജയലളിത വീട്ടിൽ നിന്ന് വലിച്ചഴച്ച് പോലീസുകാരെ കൊണ്ട് കുത്തി
പിന്നെ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ കിടക്കുകയാണ്. വാനിൽ കയറ്റിയ സീൻ സ്റ്റാലിൻ്റെ ഓർമ്മ മണ്ഡലത്തിലും ഇങ്ങനെ ഒരു വെപ്രാളമായിട്ട് കിടപ്പുണ്ട്. ഓക്കെ. അത് വിജയ് ഇപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തു. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തൊന്ന് കാണിച്ചു കൊടുത്തു, ഒരു സാമ്പിൾ. ഓക്കെ. അവിടെ ചെറിയൊരു അപാകത പറ്റിക്കൊണ്ട് രക്ഷപ്പെടാൻ പറ്റി. എന്നാൽ പോലും പക്ഷേ ഇത് തുടർന്നും ഇങ്ങനെ പോകണമെന്നില്ല. അഴിമതി പ്രശ്നങ്ങൾ കൂടുതൽ പൊക്കിക്കൊണ്ടുവരികയും സ്റ്റാലിനെ പൂട്ടുകയും ചെയ്താൽ സ്റ്റാലിനെ ഇതുപോലെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നൊരു സീൻ നാളെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ സ്റ്റാലിന് പ്രതിപക്ഷ നേതാവായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരണം. അതിന് BJPയുടെ സപ്പോർട്ട് വേണം. കാരണം അവിടെ 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ വിജയ്, 27,400 കണ്ടാണ്. അവിടെ BJPക്ക് 20,000 വോട്ടുണ്ട്. BJPക്കും AIDMKക്കും കൂടെ കഴിഞ്ഞ ഇലക്ഷനും അതുണ്ട്. അത് കുറച്ചുകൂടെ കൂടാനാണ് സാധ്യത, കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് വെച്ചിട്ട്. അപ്പോൾ അതും DMKയുടെ വോട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെയും സ്റ്റാലിന് ഒരു മേൽക്കൈ കിട്ടാം. ചെറിയ 5,000 10,000 വോട്ടിന് ചിലപ്പോൾ കൂടുതൽ സ്റ്റാലിനായതുകൊണ്ട് വിജയിച്ച് വരാനുള്ള സാധ്യത കിട്ടിയേക്കാം. അപ്പോൾ ഒന്ന് പാർലമെൻറ്റിൽ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവായെങ്കിലും വരണം. രണ്ടാമത് കേന്ദ്രമന്ത്രിസഭയിൽ പോകണം. മൂന്നാമത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ DMKക്ക് സഖ്യകക്ഷികളുള്ളതൊന്നും ഗുണമില്ല. അപ്പോൾ AIDMK ഉൾപ്പെടെയുള്ളവരെ DMKയിൽ ലയിപ്പിക്കാനുള്ള ഒരു സാധ്യതയും BJP ഒപ്പം നിൽക്കുകയും ചെയ്താൽ ചിലപ്പം നടന്നു. അങ്ങനെ ഒരു വിദൂര സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയും കൂടെ അവിടെ. പിന്നെ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരികെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ DMK ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം BJP നടത്തുന്നുണ്ട്, തന്ത്രപരമായ നീക്കം. അതുപോലെ തന്നെ അകാലിദൾ ഇപ്പോൾ ഏറെ പിന്നിലേക്ക് പോയെങ്കിലും പഞ്ചാബിലും അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ട്. വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരുത്തരായി നിന്ന പല പ്രാദേശിക പാർട്ടികളും ഇപ്പോൾ അത്ര കരുത്തരല്ലാതെ അവരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നാമാവശേഷമായി ശൂന്യമായി പോയി. പഞ്ചാബിലുണ്ട്, പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ചില്ലറ സീറ്റുകളുമായി അവർ നിൽക്കുന്നുണ്ട്. എങ്കിലും ആപ്പിനെ തകർക്കാൻ സാധിച്ചു. അതുപോലെ ശിവസേനയെ, അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ശിവസേനയെ തകർത്തു. മഹാരാഷ്ട്രയിൽ ശക്തമായ ഒരു മുന്നേറ്റത്തിന് അവർ വഴിയൊരുക്കുന്നുണ്ട്. മറ്റൊന്ന് TMC, ബംഗാളിൽ TMCയെ തകർത്തത് പണമാക്കി എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. അതിനൊപ്പം തന്നെയാണ് ലാലുവിൻ്റെ പാർട്ടിയെയും ബീഹാറിൽ അവിടെ വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇലക്ഷനിൽ അവർ മൂന്നാമതായി പോയില്ലേ? അതെ, മൂന്നാമതായി പോയി. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടികളെ പോലും തകർക്കുന്ന കാര്യവും നമ്മൾ കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും കോൺഗ്രസ് 2, 3, 6 സീറ്റുകളിലായിട്ട് നിൽക്കുന്നു. അത്രയും പോലും ഇല്ലാത്തവരായിട്ട് AIPയും TMCയും SP എല്ലാം മാറുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. SP ഇപ്പം 37 സീറ്റ് പാർലമെൻറ്റിലേക്ക് അവർക്ക് ഉണ്ട്, പക്ഷേ അത് ഇനി നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UP അടക്കമുള്ളിടത്ത് ഇപ്പോൾ ഈ ജൻസിയുടെ എന്ത് ബഹളം നമ്മൾ പറഞ്ഞാലും കോർ ബേസിൽ ഉള്ള പിടി BJP വിട്ടിട്ടില്ല. അവർ ജൻസികളെ കൂടെ കുറച്ച് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് 2029 ഒരു പ്രശ്നമേ അല്ല. അത്തരത്തിലുള്ള സഖ്യങ്ങൾ അവർ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ, അതായത് 250 സീറ്റിനടുത്ത് 249 സീറ്റ് ഇപ്പോഴത്തെ എണ്ണം വെച്ചിട്ട് ലോക്സഭയിൽ പിടിക്കാൻ പറ്റുന്ന 5 സംസ്ഥാനങ്ങളാണ് UP, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്. ഇനിയിപ്പോൾ BJPയുടെ തന്ത്രം യുവാക്കളെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ളതായിരിക്കണം. അതിനുവേണ്ടി അവർ പൊളിറ്റിക്കലായും അതിനോടൊപ്പം തന്നെ പൊളിറ്റിക്സിൽ നേരിട്ട് ഇടപെടാത്ത വ്യക്തിത്വങ്ങളെയും ഉപയോഗിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ അണ്ണാമലൈ ഒരു ചാലകശക്തിയാവും BJPക്ക് എന്ന് ഞാൻ തോന്നുന്നു. എനിക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, ഈ BJPയുടെ രാഷ്ട്രീയം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJP ഒന്നുകിൽ പിടിച്ചടക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചടക്കും. ഇപ്പം വെസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് പിടിച്ചടക്കിയത്. പക്ഷേ അവർക്ക് കാശ്മീർ ഒരു ട്രയൽ നടത്തി, എഞ്ചിനീയർ റാഷിദിനെയൊക്കെ വെച്ച് നോക്കിയിട്ടും പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരവിടെ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ പറ്റുന്ന വിധത്തിലുള്ള ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അവിടെ ജമ്മു കയ്യിലാക്കി, ലഡാക്ക് ഏകദേശം കയ്യിലാകുന്ന വിധത്തിൽ നിർത്തണമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നു. ഇതേ തന്ത്രമാണ് തമിഴ്നാട്ടിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 2 സൈഡിലും ഇപ്പോൾ അവർക്ക് ആളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ DMKയുടെ കൂടെ നിൽക്കുമ്പോൾ BJP നേരിട്ട് DMKയുമായിട്ടൊരു ബന്ധത്തിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പുറത്ത് അണ്ണാമലൈ നാളെ തീർച്ചയായിട്ടും വിജയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിക്കൂടാ ഇല്ല. ഏത് സാധ്യതയുണ്ട് അല്ലേ? ഏത് വിധത്തിലും ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം, വിജയെ ഇനിയിപ്പം BJPയും ഇപ്പുറത്ത് വന്ന് DMKയും ഇപ്പുറത്ത് നിന്നാൽ ഒരു വിജയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ മാത്രം സപ്പോർട്ടോടുകൂടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെ വൺ മാൻ ഷോ കാണിച്ചാൽ പോലും അദ്ദേഹം MGRനൊപ്പം നിൽക്കുമോ ജയലളിതയ്ക്കൊപ്പം നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും പറയാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു BJPയുടെ ഭാഗത്തു നിന്നും തിരശ്ശീലയ്ക്ക് പിന്നിലൊരു ശ്രമം ഉണ്ടാകാം അണ്ണാമലയെ ഒപ്പം നിർത്താൻ. ഇതാണ് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. അത് ആ സമയത്ത് BJP തിരിച്ചറിഞ്ഞു, അതോ അത് ബോധപൂർവം അണ്ണാമലയെ അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് നമുക്കൊക്കെ തന്നെ ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് അവർ ആക്ട് ചെയ്തോന്നും എനിക്കറിയില്ല. ഇപ്പം അതിലെ സ്ട്രാറ്റജി ഇതാണ്. ഇപ്പം വിജയ് ആണ് അവിടെ വിജയതിലകം അണിഞ്ഞു നിൽക്കുന്നത്. വെറും 14.5 വർഷം
ഭരിച്ച ജയലളിത 25 വർഷത്തിനിടയ്ക്കാണ് 14 വർഷം ഭരിച്ചത്. MGR ആണെങ്കിൽ 77 മുതൽ 87 വരെ 10 വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ആ ഭരണം. ഓക്കെ. അപ്പോൾ അതുപോലെ വിജയ്ക്ക് ഇനിയുള്ള കാലം അങ്ങ് കിടക്കുകയാണ്. അവിടെ അത്തരത്തിലുള്ള ഒരു പ്രതിരോധം വന്നില്ലെങ്കിൽ വിജയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വിജയുടെ ഒപ്പം ഒന്നുകിൽ ഒരാളെ കൂടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അണ്ണാമലൈ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ലോക്കൽ ഡെവലപ്മെൻറ്റും അതോടൊപ്പം ദേശീയതയും. അപ്പോൾ ആ ദേശീയത മിക്സ് ചെയ്തുള്ള ഒരു രാഷ്ട്രീയം വിജയോടൊപ്പം നിന്നുകൊണ്ട് പയറ്റുകയും യഥാർത്ഥ BJP ഇപ്പുറത്ത് DMKയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന് കാരണമുണ്ട്. കാരണം 1935 ശേഷം തമിഴ്നാട്ടിൽ രാഷ്ട്രീയം വളരെയധികം മാറി. 35-ലോ 37-ലോ ആണ് രാജാജി അവിടെ പ്രധാനമന്ത്രി അവിടുത്തെ അധികാരത്തിൽ വന്നത്. BJPക്കാർ പിന്നെ അന്ന് കോൺഗ്രസ്സുകാർ രാജാജിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു ആനുകൂല്യം പറ്റിക്കൊണ്ട് അവിടെ ഒരു ഭരണത്തിൽ വരാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ ബ്രാഹ്മണിക്കൽ ഒരു ഡിഫറൻസ് വരികയും ആ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പെരിയാറിൻ്റെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തു. അതിൽ നിന്നാണ് അണ്ണാദുരൈ പിന്നീട് 49-ൽ ഈ കേന്ദ്ര വിരുദ്ധം ഹിന്ദി വിരുദ്ധവും കൂടെ കൊണ്ടുവന്നത്. ഈ രാജാജി അല്ലെങ്കിൽ രാജഗോപാലാചാരി ചെയ്തതെന്ന് വെച്ചാൽ ഹിന്ദിയും കൂടെ ഇൻസിസ്റ്റ് ചെയ്തു. അത് കോൺഗ്രസിൻ്റെ ഒരു ബന്ധം കൊണ്ടാണ് അദ്ദേഹം ഹിന്ദി ഇൻസിസ്റ്റ് ചെയ്തത്. അണ്ണാദുരൈ അതൊരു വലിയ വിഷയമായിട്ട് എടുക്കുകയും അപ്പോൾ 2 വിഷയങ്ങൾ, ഒന്ന് ബ്രാഹ്മണനെതിരെയും രണ്ടാമത്തേത് കേന്ദ്രത്തിനെതിരെ, അതായത് പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയുമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം വന്നു. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് ഈ ബ്രാഹ്മണരുടെ മേധാവിത്വത്തിൽ നിന്ന് മാറാനായിട്ട് കാമരാജിനെ കൊണ്ടുവന്നു. കാമരാജ് ഒരുവിധം പിടിച്ച് 67 വരെ പോയെങ്കിലും ആ അണ്ണാദുരൈയുടെ ആ ഒരു ഫോഴ്സ് വീണ്ടും നിന്നു. അവിടെ മണ്ണിൻ്റെ മക്കൾ വാദം ശക്തമായിട്ട് വന്നു. അതുതന്നെയാണ് ഇപ്പോൾ അണ്ണാമലയും ഇപ്പോൾ എടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ മണ്ണ് എൻ മക്കൾ എന്നുള്ള വാദത്തിലേക്ക് മനസ്സിലായി പുള്ളിക്കാരൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നതും ഈ അണ്ണാദുരൈയുടെ രാഷ്ട്രീയം ഇപ്പോൾ അണ്ണാമലയെ എടുത്ത് പയറ്റി തമിഴ് ഐഡൻറ്റിറ്റി വ്യക്തമാക്കുക എന്നുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും BJP അവിടെ ഒരു 2ഇടത്തും ചാൻസ് കണ്ടുകൊണ്ടുള്ള ഒരു വഴി അഡോപ്റ്റ് ചെയ്യിക്കുന്നു. കാരണം ഇത് പെട്ടെന്ന് തമിഴ്നാട് അങ്ങനെ പിടിച്ചടക്കുക സാധ്യമല്ല. അതിന് പല മാറ്റങ്ങൾ ആവശ്യമാണ്. അതിനോട് ഒന്ന് ഹിന്ദി വിരുദ്ധതയും ഒന്ന് ബ്രാഹ്മണിക്കൽ വിരുദ്ധതയും നിൽക്കുമ്പോൾ കേന്ദ്രത്തിലേക്ക് ഒരു ത്രെഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് BJP ഇന്ന് ശ്രദ്ധിക്കുന്നത്, അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വശത്ത് വിജയ് ശക്തനായി ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മികച്ച ഭരണപരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് പ്രതിപക്ഷത്തുള്ള പാർട്ടികളെല്ലാം തന്നെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. എങ്ങനെ വിജയിയെ അപ്രസക്തനാക്കാം, അല്ലെങ്കിൽ വിജയ് ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് കടന്നു കയറാം എന്നുള്ള ഒരു ചിന്തയാണ് BJPയുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ DMKയുമായി സഖ്യത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം അണ്ണാമലയും അവിടെ വലിയ ഒരു വേരോട്ടമുള്ള നേതാവായി വളരാനുള്ള ശ്രമത്തിൽ ആണ്. അണ്ണാമലയുമായി തിരശ്ശീലയ്ക്ക് പിന്നിലെ ബന്ധം ഇപ്പോഴും BJP കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊന്ന്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നീക്കങ്ങൾ തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ദേശീയ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2029 ലക്ഷ്യമാക്കി വലിയ പദ്ധതികളുമായാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കോൺഗ്രസ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം, സഖ്യകക്ഷികളെല്ലാം തന്നെ വേറിട്ട് നിൽക്കുകയാണ്. അവരുടെ കടുംപിടുത്തം മൂലം, അവരുടെ കയ്യിലിരിപ്പ് മൂലം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിലെ കരുത്തുറ്റ യുവ നേതാക്കളെയും കോൺഗ്രസ് പിണക്കി, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പിണക്കി എന്നുള്ള കാര്യവും നമ്മൾ മറന്നുകൂടാ. അങ്ങനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോൺഗ്രസിന് സംഭവിച്ച ഒട്ടേറെ വീഴ്ചകളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ളത്. അതൊക്കെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് BJP. കരുത്തരായിട്ടുള്ള പല പ്രാദേശിക പാർട്ടികളെയും, ആം ആദ്മി പാർട്ടി പോലെയുള്ള പാർട്ടികളെയും ഒക്കെ തന്നെ അവർ തകർത്തുകൊണ്ടുള്ള മുന്നേറ്റങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. TMC തകർന്നു, അതുപോലെ തന്നെ മറ്റ് പല പാർട്ടികളെയും ക്ഷയിപ്പിച്ചു. ലാലു പ്രസാദ് യാദവ് നാമാവിശേഷമായ അദ്ദേഹത്തിൻ്റെ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് ബീഹാറിൽ പിന്തള്ളപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു വശം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ കരുത്തരായ പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ശ്രമവും BJP നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം 2029 ഉജ്ജ്വല വിജയത്തിന് ശേഷം ഡീലിമിറ്റേഷനിലേക്കും അവർ പോയേക്കും എന്നുള്ളതും നിരീക്ഷണമായി വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി അങ്ങോട്ട് ദേശീയ രാഷ്ട്രീയം വലിയ ഒരു പരീക്ഷണശാലയായിരിക്കും. ഇവിടെ ആരുടെ തന്ത്രമാണ് മികച്ചത്, ആ തന്ത്രം എങ്ങനെ അവർ നടപ്പിലാക്കുന്നു, ഇതും ഒക്കെ തന്നെയായിരിക്കും 2029 ഇലക്ഷനിൽ
ആരുടെ വിജയം സാധ്യമാക്കും എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം നമുക്ക് ലഭിക്കുക. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.